ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പിന്നെ മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സെർച്ചിങ് ഡയമണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 2 ആണ് ഗൈസ്, ഡേ 2. അപ്പോൾ നമ്മൾ ഡേ 1 കാണാത്തവർ അത് കണ്ടിട്ട് നമുക്കിത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് പൊട്ടിച്ചോ, ഫോൺ വരെ തല്ലി പൊട്ടിച്ചോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെയും കൂടി ഒരു ടോർച്ച് വെച്ചിട്ട് പിന്നെ തുടങ്ങാം. നമ്മുടെ ഇപ്പോൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ട് കേട്ടോ ഗൈസ്. അത് തന്നെ നമ്മൾ പേടിക്കാനൊന്നുമില്ല, നമുക്കിതങ്ങനെ കൊണ്ടുപോകാം. പിന്നെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഉണ്ട്. കാരണം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഡയമണ്ട് ഒഴിച്ച് വേറെ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അയണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്, അതെങ്കിലും കിട്ടിയാൽ മതി. എന്നാൽ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ട, നമുക്കിനി ഇങ്ങോട്ട് സൈഡിലേക്കൊക്കെ പോവാം. ഇപ്പോൾ ഇതായിരിക്കും, കാരണം ഇനി ഇപ്പുറത്ത് നമ്മളിപ്പോൾ പോകുമ്പോൾ ഇവിടെ വല്ല ഡയമണ്ട് ഉണ്ടായാൽ നമ്മൾ ചമ്മിപ്പോവും. നമുക്കിവിടെ ഒന്ന് നിരപ്പാക്കാം. നോക്കാം, എന്തായാലും ഉണ്ടാവാൻ വഴിയില്ലെങ്കിലും. ഞാൻ ഒരു ദിവസം ക്രിയേറ്റീവ് കളിച്ചപ്പോൾ ഒരു DNT പിടിച്ചപ്പോൾ അവിടെ പിന്നെയും ഡയമണ്ട് ആക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആയാൽ മതിയായിരുന്നു കേസ്. സാധനം എന്നെ പറ്റിക്കും കേസ്. ഞാൻ വിചാരിച്ചത് വല്ല റെഡ് സ്റ്റോണാ വേറെ വല്ല സാധനമാണ്. സാധനം എന്തേ എടുത്തിട്ട് എന്തായിരുന്നു എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്നാലും എടുത്തിട്ടുണ്ട്. നമ്മുടെ 2 ടോർച്ചുകൾ നമുക്ക് ഇനി ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കണം. കോള് ഉണ്ടോ? കോൾ 5 ഉണ്ട്. നമുക്കപ്പോൾ 5 ടോർച്ച് ഉണ്ടാക്കാം. എനിക്ക് നമ്മൾ സ്റ്റോൺ ഈ ടോർച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ പിക്കാക്സിൻ്റെ കഥ തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഉടനും കൊണ്ട് ചെയ്യാം. നമുക്ക് പറ്റണത്തരം പോവാം ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം പറയുന്നതാണ്, ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും എനിക്കിങ്ങനെ വീഡിയോ ഇടാനൊരു ഇതുണ്ടാവുള്ളൂ. ഇതാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട്. ആ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇനി 450 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആരും ഇനി സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. എനിക്കാകെ കിട്ടി ഗൈസ്, അയൺ കിട്ടി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് അയണല്ലേ? അയ്യോ, ഇത് അയണല്ല ഗൈസ്, പിന്നെയും പറ്റിച്ച്. ഞാണല്ലേ ഇതുകൊണ്ടിട്ടാണ് എന്നിട്ടാ സാധനം റോ അയണ. ഇത് അയണാണ്, റോ. ഗൈസ്, ഇത് അയണാണ്. നമ്മളിത് മെൽറ്റ് ചെയ്താലേ അയണായിട്ട് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ആകെ ഇപ്പോൾ 14 സബ്സ്ക്രൈബറിലാണ് ഞാൻ നിൽക്കണത്. പ്ലീസ് സപ്പോർട്ട് ഗൈസ്. നമുക്ക് ഈ സ്ഥലത്ത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഇനി നമുക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ടോർച്ച് വേണം. ടോർച്ചല്ല നമുക്ക് വേണ്ടത്, ആ സാധനം, അതിൻ്റെ പേര് കിട്ടോടെ ഇത് വേണം. ഇതൊരെണ്ണം മതി. ഓക്കെ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അയൺ വെക്കാം, ഫ്യൂവലും വെക്കാം. ഓക്കെ ഗൈസ്, അയൺ നമ്മളിനി അയണും വെച്ചാണ് കളിക്കാൻ പോണത്, അല്ലാണ്ട് ഈ സ്റ്റോണും വുഡും വെച്ചല്ല. നമ്മൾ അയൺ വെച്ചാണ് ഗൈസ് കളിക്കാൻ പോണത്. യെസ്, അയൺ ഗൈസ്, അയൺ കിട്ടി. യെസ്, ഓക്കെ. അയൺ വെച്ച് ഞാനിപ്പോൾ ഒന്നും വാങ്ങിക്കാനുള്ള. നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ആവശ്യം വന്നാലേ ഞാൻ എടുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ പോട്ടെ. നമുക്കിനി ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോള് വേണം ഗൈസ്. അപ്പോൾ കോളാണിനി ആവശ്യം. അയൺ കിട്ടിക്കണാലും ഇവിടെ കോളുണ്ടാന്ന് ആർക്കറിയാം.
കോള് ഞങ്ങൾ കണ്ടിട്ട് അത്യാവശ്യത്തിന് എടുത്ത് കഴിച്ചു. പക്ഷേ ഉള്ളത്ര എടുത്തോളൂ, അത് തന്നെ അധികമൊന്നും ഉണ്ടായില്ല. സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ ഗൈസ്? ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ടോ? അയ്യോ, ഓക്കെ, ഇവിടെയാണ് ഞാൻ ഒളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഗൈസ് നമുക്ക് ഇപ്പോൾ ഒരു സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കണ്ട ഗൈസ്, കേൾക്കുന്നുണ്ടോ? പിന്നെ അയാളല്ലടാ, കോളടാ. ഇവര് അയാൾ വേണമെങ്കിൽ കോള് വേണം, അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തിനാണ് എനിക്ക് ഇത്ര അയണൊക്കെ? എന്ത് കാര്യത്തിനാണ് ഗായ്സ്? ഇതാ ഈ സോംബി ഉണ്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും. സോംബിയുടെ കറക്റ്റ് സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. കണ്ട ഓ, പൊട്ട മെസ്സേജ് ഒന്ന് ഗൈസ്, സോറി ഫോർ ദാറ്റ്. ആരൊന്നും നോക്കരുത്, സോറി. സോംബിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയാവും മനുഷ്യന്. അതാണ് വേറൊരു കാര്യം. ഓക്കെ, നമുക്ക് സ്റ്റോൺ പിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് കോള് തപ്പണം. നമ്മൾ അവട്ടം തൊട്ടിപ്പട്ടം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി 8 അയൺ, 6 അയൺ, 10 അയൺ കിട്ടി ഗൈസ്. ഫ്യൂവൽ ഒരെണ്ണം കൂടി ഉണ്ട്. നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് വേണോ? വേണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്കിനി നമുക്ക് വുഡ് ആവശ്യമുണ്ടാ. വുഡില്ലടാ. അയ്യോ, വുഡ് ആവശ്യമാണ്. രാവിലെയാണോ രാത്രിയാണെന്നാവൂ? നമുക്കൊന്ന് മേളിൽ പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എടുക്കാൻ സമയം എടുക്കണമല്ലേ? ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, ഇതെന്താടാ? അയ്യോ, ഞാൻ ഉണ്ടാക്കിയത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പൊട്ട എടുത്തിട്ട് ചാടി വിടാം, എന്നിട്ട് വെക്ക്. നമ്മൾ കോള എവിടെ നിന്നാണ് എടുത്തത്? നമുക്ക് രാവിലെടാ, നമുക്ക് വേറെ ഇപ്പോൾ ഒന്ന് റീബൂട്ടൊക്കെ കളക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ആക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതും കൂടെയൊക്കെ ഉണ്ടാക്കണം. ഞാനിനി ആ ഡയമണ്ട് മാത്രം അത് നോക്കി പോണേണ്. നമുക്കിവിടെ കുറേ മരമുണ്ട്, നമുക്ക് കട്ടി കൂട്ടാം. സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് സ്റ്റോൺ അയൺ പിക്കാക്സ് വേണം. വേണ്ട ഗൈസ്, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കയറ്റി വെക്കാം. നമുക്ക് കിട്ടിയ സാധനം ഇനി ചത്താരും എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളിനി ചാടിപ്പോണത് വല്ല കേവിലേക്കാ വല്ല സോംബിയുടെ തലയിലേക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ചമ്മു. അപ്പം അതിൽ പോകാണ്ടിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്ക് അടിച്ചാൽ പറ്റും. അല്ലാണ്ട് കളിക്കാം. ഓ, പശു. ഓക്കെ, നമുക്ക് ലെതറിൻ്റെ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലെതറുണ്ട്. ലെതറുണ്ട്. ഓക്കെ, അവിടെ ഒരു ഷീപ്പുണ്ട്. ഇവിടെ മരമുണ്ട്. മരം വെട്ടാം. ഓക്കെ, അതെന്താണ്? ഓക്കെ, മരം വെട്ടി തീരാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുഡ് വേണം.
ഫുഡായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് 12 വുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ അങ്ങോട്ട് മൂടിക്കളയാം. നമുക്കത് തന്നെ എടുത്തിട്ടായി. ഓക്കെ, ഞാൻ താഴത്തേക്ക് ഇങ്ങനെ പോകണമല്ലേ. അയ്യോ. ഓക്കെ, നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, അയണിൻ്റെ സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഉണ്ടാക്കണ്ട. നമുക്കിപ്പോൾ കുറേ നമുക്ക് എടുക്കാൻ പറ്റണേൽ എത്ര എടുത്തോ. കോല് ആവശ്യമുണ്ട്. കോലാണ് ആവശ്യം ഗൈസ്. കോല് വരുന്നു. നമുക്കിതുണ്ടാക്കാൻ പറ്റും. അയ്യോ, അതല്ല ആണ്. ഓക്കെ, നമ്മൾ പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോണിൻ്റെ തന്നെ ഉണ്ടാക്കാം ഗൈസ്. കാരണം ഇനി ഇത് ആരൊക്കെയാണ് എന്നെ മെസ്സേജ് അയക്കണത്? ഇവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. സോറി കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നുമില്ല. എനിക്ക് ഇനി ടോർച്ച് ആവശ്യമുള്ളത്. ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ടോർച്ചിന് വേണ്ടി കോളില്ല. കോള് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് ഇനി റെഡിയാണ്. ആൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറിച്ചുകൊണ്ടും പോകാം. കോളേ ഇത് കോളൊന്നുമല്ലല്ലേ. എന്ത് കഷ്ടമാണ്. നമുക്കിങ്ങനെ കുഴിച്ച് പോവാം ഗൈസ്. അയ്യോ, ഇവിടെ ഒരു സാധനം പോയില്ല. എന്തുട്ടാടി ഇതിന് പൊട്ടിക്കാൻ നേരത്തെ സാധനം കയറി വരും. ഓക്കെ ഇതെന്നിട്ടാണ് എൻ്റെ പേരെനിക്കറിയാമല്ലോ. അയ്യോ, നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഇവിടെ വല്ലതും ഉണ്ടാവും. അതിനൂടെ കൈസ് നോക്കാം. എൻ്റെ പേരെന്തിട്ടാടാ? എൻ്റെ പേര് ലാപ്പീസും കൊണ്ട് എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റണേ. ലാപ്പീസ് നീലക്കുള്ള സാധനം. ഇതെന്തിട്ട് സാധനമാണ്? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം മനസ്സിലായെങ്കിൽ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിച്ചോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കരുത്, ലൈക്കും അടിച്ചിട്ട് പോയാൽ പറ്റോട്ടോ ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ ഫോർ എവരി വൺ. സീ യു ലേറ്റർ.